വെൽക്കം ടു മൈ ചാനൽ. അപ്പം ഇത് എൻ്റെ ഫാമിലുള്ള പോത്തുകളാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇതേമാതിരി 6 മണിക്ക് പാടത്തേക്ക് കൊണ്ടുവന്ന് അഴിച്ചിടും. പിന്നെ യൂട്യൂബ് കണ്ട് ഒരുപാട് എൻക്വയറി ഉണ്ട്, വലിയ പോത്തുകൾ കൊടുക്കുമോ മീഡിയം പോത്തുകൾ കൊടുക്കുമോ. ഞാൻ വലിയ പോത്തുകൾ അധികം ഞങ്ങൾ ഇൻട്രസ്റ്റ് കാണിക്കാറില്ല കൊടുക്കാനായിട്ട്, കാരണം അത് അടുത്ത വർഷം കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുന്നതാണ്. പിന്നെ അത്രയും വേണമെന്നുള്ള ഉറപ്പുള്ളവർക്ക് മാത്രം വന്ന് കണ്ടു കഴിഞ്ഞാൽ കൊടുക്കാറുണ്ട്. ഇത് വെറുതെ വിളിച്ചിട്ട് എൻക്വയറി ചെയ്തിട്ട് നമ്മളങ്ങനെ അധികം ഇൻട്രസ്റ്റ് കൊടുക്കാറില്ല. ചെറിയ കുട്ടികളുടെ ലോഡ് എല്ലാ ആഴ്ചയും വരുന്നുണ്ട്, 60 100 ഇടയിൽ എല്ലാ ആഴ്ചയും വരുന്നുണ്ട്. അത് നമ്മൾ എല്ലാം സെയിൽ ചെയ്യാറുണ്ട്, എല്ലാ ആഴ്ചയും അത് സെയിലാവാറുമുണ്ട്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ വിളിക്കണവരെല്ലാവരുടെ ഭൂരിഭാഗം പേരും പറയണത്, ഇപ്പം ഞങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം ഞങ്ങൾക്ക് എന്ത് കിട്ടും, ഞങ്ങൾക്ക് ലാഭമുണ്ടോ എന്നൊക്കെയാണ് അവർ അറിയേണ്ടത്. ഞങ്ങൾ ഈ പോത്തിനെ ഞങ്ങളുടെ കച്ചവടം നടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെ പറയാറുമില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ മീഡിയം പോത്തുകളും വലിയ പോത്തുകളും എൻ്റെ സെയിലായിട്ടുണ്ടാവും. ഒന്നാമത്തെ കാര്യം, ഈ പുല്ലും വെള്ളം ഒന്നും ഇല്ലെങ്കിൽ വെറുതെ കാശ് കൊടുത്ത് വാങ്ങിച്ച് പുളുങ്കുരുപ്പൊടിയും ചോളത്തോടും അത് ഇതൊക്കെ വാങ്ങിച്ച് കൊടുത്ത് വൈക്കോലൊക്കെ വാങ്ങിച്ച് കൊടുത്ത് പോത്തിനെ വളർത്തിയിട്ട് വിൽക്കുമ്പോൾ ഒന്നും കിട്ടില്ല. ഒന്നും കിട്ടില്ല. അപ്പം ഞങ്ങളെന്ന് വെച്ചാൽ ഈ പാടത്തെ പുല്ല് ഇങ്ങനെ നന്നായി ഉള്ള പുല്ലുള്ളിടത്തേക്കൊക്കെ ഇങ്ങനെ രാവിലെ തുടങ്ങി ഇത്രയധികം പോത്തുകൾ, 100-100 പോത്തുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് 2-3 സ്ഥലത്തേക്കായിട്ട് ഇങ്ങനെ അഴിച്ച് വിട്ട്, രാവിലെ അഴിച്ച് വിട്ട് വൈകുന്നേരമാണ് അവരെ കയറ്റണേ. ഡെയിലി അങ്ങനെ ചെയ്തിട്ടാണ് നമ്മുടെ പോത്തുകൾ വലുതാവണേ. നമ്മൾ ഇടയിൽ വല്ലപ്പോഴാണ് ചോളത്തോടും പുളുങ്കുരുപ്പൊടിയൊക്കെ കൊടുക്കണേ, അല്ലാതെ ഡെയിലി ഞങ്ങൾ കൊടുക്കണില്ല. പിന്നെ ഞങ്ങൾ ഈ കഴിഞ്ഞ പെരുന്നാൾക്ക് ഒരു 45 കൊടുത്തത് 75,000 80,000 ആ റേറ്റ് വെച്ചിട്ടാണ് പോത്തുകളെ കൊടുത്തത്. ഞങ്ങളുടെ പോത്ത് വളർന്നത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളിത് ഇതേമാതിരി അഴിച്ചിട്ട് വളർത്തി അവരുടെ ഇഷ്ടത്തിന് പുല്ലും വെള്ളമൊക്കെ തിന്നിട്ടാണ് അവർ വളർന്നത്. പക്ഷേ എല്ലാവർക്കും അത് പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ അടുത്ത് വലിയ പാടങ്ങളും പുല്ലും വെള്ളം ഒക്കെ എല്ലാ സൗകര്യം ഉണ്ടെങ്കിലാണ് ഇത് നന്നായി വളരുക. അല്ലാണ്ട് കെട്ടിയിട്ട് വളർത്തിയാലൊന്നും ഇത് അത്ര വലിയ വളർച്ച ഒന്നും എത്തില്ല. അപ്പം നിങ്ങൾക്ക് അത്ര കിട്ടി, ഓരോരുത്തർ നമ്മളത്ര അറിയണവരതാ ചോദിക്കണേ. നമ്മുടെ സെയിൽ വിലയൊക്കെ അന്നറിഞ്ഞപ്പോൾ പറയണത്, നിങ്ങൾക്ക് ഇത്ര കിട്ടി അപ്പോൾ നല്ല ലാഭം ഉണ്ടാവുമല്ലോ, ഞങ്ങൾക്ക് പണിക്കാരന് ശമ്പളം കൊടുക്കണം. പിന്നെ ഒരു പണിക്കാരനെ കൊണ്ട് നോക്കാൻ പറ്റുന്ന കാര്യമല്ല ഈ പോത്തുകൾ. അപ്പോൾ ഞങ്ങൾ 2-3 പേര് മെനക്കെട്ടിട്ടാണ് ഇതിനെ നോക്കണത്. ഒരാൾ നീങ്ങി കഴിഞ്ഞ ഉടനെ അവിടെ അടുത്ത ആളെ നിൽക്കണം. പിന്നെ ഇവർ പകുതിയൊക്കെ തിരിഞ്ഞ് ഓരോ സൈഡുകളിലൊക്കെ കയറിപ്പോവും. അപ്പോൾ അതൊക്കെ പിടിച്ചു കൊണ്ടുവരണം. നല്ല കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്, ഇത്ര എണ്ണ ആയതുകൊണ്ട്. 2-3 ഉള്ളവർക്ക് അത്ര വിഷയമുള്ള കാര്യമില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് പാടം പുല്ലും വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ മാത്രം പോത്തിനെ വളർത്തിയിട്ട് കാര്യമുള്ളൂ. അല്ലാണ്ട് നമ്മൾ കാശ് കൊടുത്തിട്ട് തീറ്റ വാങ്ങിച്ച് പോത്തിനെ നോക്കിയിട്ട് ഒരു കാര്യമില്ല. വീടിനടുത്ത് പുല്ലൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ലാഭമുള്ള പരിപാടി തന്നെയാണ്, അത് ഞാൻ പറയാം. നന്നായി തീറ്റയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ലാഭമുള്ള പരിപാടി തന്നെയാണ്. പക്ഷേ പുല്ലൊക്കെ കുറച്ചുള്ളോ കാശ് കൊടുത്ത് തീറ്റ വാങ്ങണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങാണ്ടിരിക്കുകയാണ് നല്ലത്. പോത്തിന് തീറ്റ ഉണ്ടെങ്കിൽ മാത്രം, ഈ പുല്ല് നന്നായിട്ടുണ്ടെങ്കിൽ മാത്രം പോത്തിനെ വാങ്ങിച്ച് വളർത്താൻ നല്ലത്. കാശ് കൊടുത്ത് വാങ്ങിച്ച് പോത്തിനെ വളർത്തിയാൽ നിങ്ങൾക്ക് നഷ്ടത്തിന് നഷ്ടം തന്നെയാവുള്ളൂ. ഞാനും നല്ല ജോലി ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പം ബാങ്കിലും അക്കൗണ്ടൻ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്തതാണ്. അപ്പോൾ ജോലിക്കൊന്നും പോവാണ്ട് ഇപ്പോൾ വീട്ടിലിരുന്ന് 8 വർഷത്തോളം ഈ ഫാം തുടങ്ങിയിട്ട്. ഇപ്പം കുട്ടികളെ ഇറക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം ഇറക്കുന്നുണ്ടായിരുന്നു, പിന്നെ ഇടയിൽ വില കൂടിയപ്പോൾ ഗ്യാപ്പ് വന്ന് ഇറക്കാണ്ടായി. ഇപ്പോൾ വീണ്ടും നമ്മളെല്ലാ ആഴ്ചയും ലോഡ് ഇറക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ 8 വർഷത്തിൻ്റെ അടുത്തായി ഈ പോത്തിനെ ഞങ്ങൾ വളർത്തി ഉണ്ടാക്കണത്. എല്ലാ വർഷം പെരുന്നാൾക്ക് കൊടുക്കാറുണ്ട്. അതിൻ്റെ ഇടയിൽ മഴ വരും, പോത്തുങ്ങൾ കണ്ട അറ്റത്തേക്കൊക്കെ പോവും. അതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ ഈ കുറച്ച് ദൂരമുള്ള, പക്ഷേ ദൂരമുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ വെള്ളത്തിലൊക്കെ നല്ല ആഴമുണ്ട്. ചില സ്ഥലത്തൊക്കെ നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ പകുതിയിലധികം വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇവർ നടന്ന് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പുഴയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പിടിച്ചുകൊണ്ടിരാൻ കുറച്ച് ഇതുണ്ട്, ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. കണ്ടോ, ഒറ്റയ്ക്ക് അവിടെ ഇവിടെയൊക്കെ പോയി നിൽക്കും. ഇതിന് എണ്ണം തികച്ച് വൈകുന്നേരം എണ്ണെടുത്ത് ഇടയിലിടയിൽ എണ്ണിക്കൊണ്ടേയിരിക്കണം, എണ്ണം തികച്ച് കൊണ്ടുവരണം. ഇന്നലെ എല്ലാതും കയറി ഇന്നലെ വൈകിട്ട് ഒരെണ്ണത്തിന് മാത്രം കാണണ്ടായില്ലേ. അവസാനം പുല്ലിൻ്റെ ഇടയിൽ നിന്ന് ഒരെണ്ണത്തിനെ പിടിച്ചു കൊണ്ടുവന്നത്. അപ്പം അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനും കൂടിയും ഇതിനൊപ്പം നിൽക്കണ കാരണം മാത്രമാണ്
ഈ പോത്തിൻ്റെ കാര്യം നടക്കണത്. അതിൻ്റെ ഇടയിൽ കച്ചവടക്കാർ വരും, അവരെ കൊണ്ട് കാണിക്കണം. പിന്നെ ഇടയിൽ പോയി എണ്ണ എടുക്കണം. പിന്നെ അങ്ങോട്ട് കയറി സൈഡുകളിലേക്കൊക്കെ കയറിപ്പോയി പിടിച്ചു കൊണ്ടുവരണം. ഒന്നാമത്തെ കാര്യം, പുല്ലിലും ചെളിയിലും വെള്ളത്തിൽ ഇറങ്ങാൻ മടിയുള്ളവരൊന്നും പോത്തിൻ്റെ ഇത് നടത്തിയിട്ട് കാര്യമില്ല. ഇന്നലെ ഒരാൾ, കച്ചവടത്തിൻ്റെ ആൾ വന്ന് 3 എണ്ണം വാങ്ങാൻ വന്നു. ആൾ IT കമ്പനിയിൽ വർക്ക് ചെയ്യണതായിരുന്നു. അപ്പോൾ 3 എണ്ണം വേണം. പക്ഷെ ആൾ ചെളിയിലും പാടത്തും വെള്ളത്തൊന്നും ഇറങ്ങില്ല. പാടുണ്ട്, അവിടെ കെട്ടിയിട്ടിട്ട് വളർത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോൾ എത്ര കിട്ടും അടുത്ത വർഷം ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഞങ്ങൾ വളർത്തേണ്ട രീതി വേറെ രീതിയാണ്. നിങ്ങൾ കെട്ടിയിട്ട് വളർത്തിയെങ്കിൽ എത്ര കിട്ടുമെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് നിങ്ങൾ നോക്കണ പോലെ ഇരിക്കില്ല നിങ്ങളുടെ വളർച്ച. അയാൾ ചോദിക്കണേ, അയാൾ ചെളിയിലും പാടത്തും വെള്ളത്തിലൊന്നും ഇറങ്ങില്ല, ആൾക്ക് ചെളിയിൽ ചാട്ടാൻ പറ്റില്ല. പോത്തിനെ കൊണ്ടുപോകും, കെട്ടിയിടും. അടുത്ത കൊല്ലം എന്ത് കിട്ടുമെന്ന് ഇപ്പോൾ ചോദിച്ചാൽ ഞാൻ എന്ത് പറയും? ചെളിയിലും ചേറിലും വെള്ളത്തിലൊക്കെ ഇറങ്ങാൻ പറ്റണവർക്ക് ഇനി പറഞ്ഞ പണിയാണിത്. അല്ലാണ്ട് സൈഡിൽ കയറുന്ന കോട്ട് സൂട്ടൊക്കെ ഇട്ട് റോട്ടിൽ നിന്ന് നോക്കാൻ പറ്റിയ പണിയൊന്നുമല്ല. പോത്തിൻ്റെ ഫാം, പോത്തിനെ വാങ്ങലൊക്കെ അതൊക്കെ നോക്കിയും കണ്ടൊക്കെ വാങ്ങിച്ചാൽ മതി. ഇപ്പോൾ വാങ്ങിച്ചിട്ട് അടുത്ത കൊല്ലം നല്ല എമൗണ്ട് പെരുന്നാൾക്ക് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഈ 3-4 എണ്ണമൊക്കെ മേടിക്കണേ. പക്ഷെ അതിനെ മര്യാദയ്ക്ക് നോക്കിയാൽ തന്നെയാണ് പറ്റുള്ളൂ. അവർ പറയണ ചോളത്തവിട് കൊടുക്കാം, പുളുങ്കുരി പൊടി കൊടുക്കുക, ഇത്രയൊക്കെ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ആ ചിലവ് നോക്കാണ്ട് വാങ്ങിച്ചിട്ട് ഒരു കാര്യമില്ല. അതിനൊക്കെ നല്ല ചിലവ് വരും. പുളുങ്കുരി പൊടിക്ക് 1350 രൂപ വിലയുണ്ട്, ചോളത്തവിടിനുണ്ട് അത്രയും വില. അതൊക്കെ കൊടുത്ത് വളർത്തി കഴിയുമ്പോൾ വിറ്റ് കഴിയുമ്പോൾ നമുക്ക് നഷ്ടമാവില്ലേ? അതൊക്കെ ഇടയിൽ കൊടുക്കാനേ പറ്റുള്ളൂ. ഡെയിലി കൊടുത്ത് വളർത്തിയാലൊന്നും മുതലാവില്ല. അപ്പോൾ നോക്കി കണ്ടൊക്കെ എല്ലാവരും വാങ്ങിച്ച് വളർത്തുക. അല്ലാണ്ട് വെറുതെ വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് കാര്യമില്ല. നന്നായി നോക്കന്നെ വേണം. ഞങ്ങൾ മെനക്കെട്ടിട്ട് 2 പേര് 3 പേര് മെനക്കെട്ട് ഇതിൻ്റെ പുറകിൽ തന്നെയുണ്ട്. ഒരു ഹിന്ദിക്കാരൻ പയ്യനുണ്ട്, ഞാനുണ്ട്. എപ്പോഴെപ്പോഴും ഞാൻ 2 വീലർ എടുത്തിട്ട് ഇവരുടെ അടുത്ത് പോവും, എപ്പോഴും പോവും. വീട്ടിൽ വന്ന് ചോറും കറി വെക്കാൻ മാത്രം ഞാൻ വീട്ടിൽ കയറണുള്ളൂ. പിന്നെ ഒക്കെ ഫുൾ ടൈം ഇതിൻ്റെ അടുത്തായിരിക്കും. ഇവരുടെ എണ്ണെടുക്കൽ, ഇവർ ആ സൈഡിലേക്ക് കയറി പോകണം നോക്കൽ. ഇന്നലെയൊക്കെ പുഴ നീന്തി അപ്പുറത്തേക്ക് കടന്നവർ. എന്നിട്ട് ആ പയ്യൻ പുഴ നീന്തി കടന്നിട്ടാണ് ഇവരെ 20 എണ്ണം പുഴ നീന്തി അപ്പുറത്തേക്ക് എത്തി. അവരെ പിടിച്ച് ഇപ്പുറത്തേക്ക് എത്തിച്ചപ്പോഴേക്കും ഇവിടെ നിൽക്കണ്ടായിരുന്നേന്ന് 32 എണ്ണം വേറെ സ്ഥലത്തേക്ക് കയറിപ്പോയി, കനാല് വഴി ഇപ്പുറത്തേക്ക് നീന്തിപ്പോയി. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ട് ഇന്നലെ ഉണ്ടായിരുന്നു. അതവനൊക്കെ ഒരു സ്ഥലത്ത് ഞാൻ എല്ലാത്തിനും പിടിച്ച് നിർത്തി. പിന്നെ ബാക്കിയുള്ളതിനൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് എല്ലാം വന്നപ്പോൾ എണ്ണി നോക്കിയപ്പോൾ ഒരെണ്ണം കാണാനില്ല. അങ്ങനെയൊക്കെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാനതൊക്കെ നന്നായി ആസ്വദിച്ച് തന്നെയാണ് ചെയ്യണം. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷെ ഇങ്ങനെ കാണാണ്ടാവുമ്പോഴും പുഴ നീന്തി കിടക്കുമ്പോഴും ഒക്കെ പിടിച്ചു കൊണ്ടിരുന്നൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെ 2 എണ്ണം 3 എണ്ണം 4 എണ്ണം വളർത്തണവർക്കൊന്നും ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കാശ് കൊടുത്ത് തീറ്റ വാങ്ങാണ്ട് പരമാവധി പുല്ലൊക്കെ ഉള്ളിടത്ത് വളർത്താമെന്ന് വെച്ചാൽ നല്ലതാണ്. അങ്ങനെ വെച്ചാൽ മാത്രം മേടിച്ചു കൊണ്ടുപോയാൽ മതി. ഞാൻ എല്ലാവരോടും പറയണു, പാടം പുല്ലൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മേടിച്ചു കൊണ്ടുപോയാൽ മതി. ഇന്ന് രാവിലെ 7 മണിക്ക് 5-6 പേര് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 4 പേരുടെ വീടിൻ്റെ അടുത്ത് പുല്ലുമില്ല, ഒന്നുമില്ല. അവർ തീറ്റ വാങ്ങിച്ചു കൊടുക്കാൻ പറമ്പിൽ കെട്ടിടാന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെയൊന്നും പോത്തിനൊന്നും പറ്റില്ല. കാരണം പോത്തുകൾ നന്നായി കഴിക്കും എന്ന് പറഞ്ഞാൽ നന്നായി പുല്ല് തിന്നും. പോത്തുങ്ങൾ എത്രയോ തിന്നണം, അത്രയും വളർച്ച ഉണ്ടാവും. അവർക്ക് ചെറിയ പറമ്പിലത്തെ പുല്ലൊന്നും പോരാ. ഇപ്പം ഞങ്ങൾ ഒരു 6 മാസത്തിനുള്ളിൽ ഒരു 5 പാടം എന്ന് പറഞ്ഞാൽ വലിയ കണ്ണെത്താ ദൂരത്തോളമുള്ള പാടങ്ങൾ തന്നെയാണ്. ഒരു 2 എണ്ണമായിരുന്നു. അതൊക്കെ ഒരു വിധം പുല്ലൊക്കെ ഒരു വിധം ആക്കിയിട്ടുണ്ട് അവർ. ഇപ്പോൾ ഉള്ള പാടം, ഈ പാടം വലുതാണ്. ഇവിടെ 2-3 മാസം നിർത്താൻ പറ്റുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഇത് കൂടിയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഞങ്ങൾ ഇത്ര നാളും നിന്ന പാടത്ത് തന്നെ തിരിച്ചു അവിടെ പുല്ല് വന്നിട്ടുണ്ടാവണം. കണ്ട, ഇതൊക്കെ നല്ല ആഴമുള്ള കനാലാണ്. ഇതിൻ്റെ അപ്പുറത്തേക്കാണ് ഞങ്ങൾ കൊണ്ടുപോകേണ്ടത്. ഈ കനാലൊക്കെ നീന്തി കിടന്നവർ ഇപ്പുറത്തേക്ക് എത്തും. അപ്പം എനിക്കിഷ്ടമായിട്ട് തന്നെയാണ് ഈ സംഭവം തുടങ്ങിയത്. അതുകൊണ്ട് പിന്നെ പോത്തിനെ നോക്കണ പയ്യനും നല്ല ആത്മാർത്ഥത. 10 കൊല്ലമായിട്ട് ഞങ്ങൾ അവരുടെ ഫാമിലി, ഹിന്ദിക്കാരനായാലും അവൻ്റെ ഭാര്യയും 2 കുട്ടികളൊക്കെ ഇവിടെ തന്നെയാണുള്ളത്. അപ്പോൾ അവരൊക്കെ നമുക്ക് നല്ല വിശ്വാസം. അവരൊക്കെ നമ്മുടെ സ്വന്തം വീട്ടിലത്തെ ആൾക്കാരെ പോലെ തന്നെയാണ് അവരുടെ ഫാമിലി മൊത്തം. അപ്പോൾ അവരുടെ കുട്ടികൾ ഇവിടെ കേരളത്തിലാണ് സ്കൂളിൽ ചേർന്നേക്കണേ. അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മുടെ ഭാഗ്യം. എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ കിട്ടിയില്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് സക്സസ് ആവില്ല.
കാരണം ഇതിനൊക്കെ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ പിടിച്ചുകൊണ്ടുവരാൻ പറ്റും? ഇത്ര എണ്ണത്തിന് എനിക്ക് അങ്ങനെ നോക്കാൻ പറ്റും? ഇത്ര ആത്മാർത്ഥമുള്ള ആളെ വേറെ എനിക്ക് കിട്ടുമെന്ന് വരെ സംശയം. അതുകൊണ്ടൊക്കെയാണ് ഇത് സക്സസ് ആയി പോണത്. നമ്മുടെ കൂടെ നിൽക്കണവരും കൂടി ആത്മാർത്ഥമുള്ള കാരണമാണ് നമ്മളിത് സക്സസ് ആയി പോണത്. പിന്നെ എല്ലാ ആഴ്ചയും കുട്ടികൾ വരും. അപ്പം അതിൻ്റെ കാര്യം ആ പയ്യൻ വിനോദ് എന്നാണ് പേര്, ഹിന്ദിക്കാരൻ്റെ, അവൻ നന്നായി നോക്കും എല്ലാതും കുട്ടികളുടെ കാര്യം. പിന്നെ അവനൊരു ഹെൽപ്പറുണ്ട് ലാലു, അവനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം ഇതാണ് അവിടുത്തെ കാര്യങ്ങൾ. അവർ ഒരുമിച്ച് അടങ്ങി ഒതുങ്ങി നിൽക്കുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അങ്ങനെ നിൽക്കില്ല ഇവർ. കണ്ടോ, ഇതിൽ തന്നെ കുറച്ച് പേരുള്ളൂ. ഇനി കുറച്ച് പേര് അപ്പുറത്തെ സൈഡിലാണ് നിൽക്കണേ. അവരൊക്കെ ഇനി പിടിച്ച് യോജിപ്പിച്ച് എവിടേക്കാണെങ്കിൽ നമ്മൾ നോക്കി ഒന്നിച്ചാക്കിയിട്ട് വേണം ഇനി 4-4:30 ആകുമ്പോൾ നമ്മൾ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇനി വീണ്ടും ഫാമിലേക്ക് കൊണ്ടുപോയി കെട്ടാൻ. ഇവിടെ ഒരു കൂട്ടുണ്ട്, പിന്നെ ഒരു കൂട്ടം അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയാണ് നിൽക്കണത്. അപ്പം നമ്മൾ വലിയ പോത്തുകളിലെ മീഡിയം പോത്തുകളിലെ മിക്കവാറും അടുത്ത വർഷം പെരുന്നാൾക്കായിരിക്കും കൊടുക്കുക. നമ്മൾ ഈ വർഷം നമ്മുടെ 1.5 കൊല്ലം നോക്കിയ പോത്തുകളെയാണ് കുറച്ച് നമ്മൾ പെരുന്നാൾക്ക് 1.5 കൊല്ലം മുന്നേ വാങ്ങിച്ച പോത്തുകളാണ് നമ്മൾ ഇപ്രാവശ്യം കൊടുത്തത്. അപ്പം ഇനി ഇതൊക്കെ നമ്മളിപ്പോൾ അത്രയും വേണ്ട ആവശ്യമുള്ളവർക്ക് മാത്രം നമ്മളിങ്ങനെ കൊടുക്കണം. ആവശ്യക്കാർക്ക് വേണ്ടി മാത്രം നമ്മൾ വലിയ പോത്തുകളെ കൊടുക്കണുള്ളൂ. അല്ലാണ്ട് വെറുതെ വന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ അങ്ങനെയൊന്നും പറയണവർക്കൊന്നും ഞാൻ കാണിച്ചു കൊടുക്കാറുമില്ല. അപ്പോൾ അത്ര അത്യാവശ്യക്കാർക്ക് വേണ്ടി മാത്രം നമ്മൾ കൊടുക്കും. പിന്നെ എല്ലാ ആഴ്ച കുട്ടികളെ സെയിലുണ്ട്. ഇതിപ്പോൾ നമുക്ക് അടുത്ത കൊല്ലം പെരുന്നാൾക്ക് കൊടുക്കുന്നതിന് ഞങ്ങൾക്കും നല്ലത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെറുതെ കുറേ പേര് സമയം മെനക്കെടുത്താൻ വേണ്ടി കുറേ പേരുണ്ട്. അങ്ങനത്തെവർക്കൊന്നും നമ്മൾ കാണിച്ചു കൊടുക്കണില്ല, നമ്മൾ കൊടുക്കണില്ല എന്നാണ് പറയണത്. കുട്ടികൾ 15-16 രൂപയുടെ കുട്ടികൾ എപ്പോൾ വന്നാലും നമ്മുടെ കയ്യിലുണ്ട്. ആവശ്യമുള്ളവരൊക്കെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.